സ്വഹീഹുൽ ബുഖാരി ദർസ് 64 കിതാബുൽ ഇൽമ്. അടുത്ത അധ്യായം ബാബു കിതാബത്തിൽ ഇൽമി. ബാബു അധ്യായം കിതാബത്തിൽ ഇൽമി, ഇൽമ് രേഖപ്പെടുത്തൽ സംബന്ധിച്ച അധ്യായം. അപ്പോ അറിവ് അത് ഹിഫ്ള് ചെയ്യാം, മനഃപ്പാഠമാക്കാം. അതേസമയം അത് വിവിധ ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, വിവിധ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അത് രേഖപ്പെടുത്താം. ആധുനിക കാലത്ത് ഡിജിറ്റലായിട്ടൊക്കെ രേഖപ്പെടുത്തും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തന്നെ ഇൽമ് രേഖപ്പെടുത്തിയിരുന്നു, അങ്ങനെ സംവിധാനം ഉണ്ടായിരുന്നു നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഹദീസ് നമ്പർ 111. حدثنا محمد بن سلام قال أخبرنا وكيع عن سفيان عن مطرف عن الشعبي عن أبي جحيفة قال قلت لعلي. അബൂ ജുഹൈഫ എന്നവർ പറയാണ്, ഞാൻ അലി റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, ഹൽ ഇൻദകും കിതാബുൻ, നിങ്ങളടുത്ത് രേഖയുണ്ടോ, കിതാബുണ്ടോ എന്ന് ചോദിച്ചു. കാരണം പ്രത്യേകമായ കിതാബുണ്ടോ എന്നുള്ളത്. ഖാല ല, ഇല്ല. ഇല്ല കിതാബുല്ലാഹി, അള്ളാഹുവിന്റെ കിതാബ് ഒഴികെ, അതായത് വിശുദ്ധ ഖുർആൻ ഒഴികെ. ഔ ഫഹ്മുൻ ഉഅ്തിയഹു റജുലുൻ മുസ്ലിമുൻ, അല്ലെങ്കിൽ ഒരു മുസ്ലിമായ വ്യക്തിക്ക് നൽകപ്പെടുന്ന ഫഹ്മ്, ഗ്രാഹ്യശക്തി ഒഴികെ. ഔ മാ ഫി ഹാദിഹി സ്വഹീഫത്തി, അല്ലെങ്കിൽ ഈ ഏടുകളിൽ ഉള്ളത് ഒഴികെ. ഖാല, എന്നിട്ട് ഹദീസ് റിപ്പോർട്ടർ പറയും, ഖുൽതു, ഞാൻ ചോദിച്ചു, ഫമാ ഫി ഹാദിഹി സ്വഹീഫത്തി, ഈ സ്വഹീഫത്തിൽ, ഈ ഏടുകളിൽ ഉള്ളത് എന്താണ്? അദ്ദേഹത്തിന്റെ അടുത്ത് ചില രേഖകൾ ഉണ്ടായിരുന്നു, അലി റളിയല്ലാഹുവിന്റെ അടുത്ത്. ഖാല, അപ്പൊ അലി റളിയല്ലാഹു പറഞ്ഞു, അൽ അഖ്ലു, അതിലുള്ളത് അഖ്ലാണ്. അഖ്ൽ എന്ന് പറഞ്ഞാൽ ദിയത്ത് എന്നുള്ളതാണ്. ദിയത്ത് എന്ന് പറഞ്ഞാല് ഒരാള് മറ്റൊരാളെ വധിച്ചാൽ ഇസ്ലാമിക നിയമപ്രകാരം ഖിസാസ് ഉണ്ട്. വധിക്കപ്പെട്ട ആളുടെ വലിയന്, ബന്ധുവിന്, അനന്തരാവകാശിക്ക് അയാളെ തിരിച്ചു വധിക്കാം എന്ന് പറഞ്ഞാൽ ആ വ്യക്തി നേരിട്ടല്ല, അത് ശരീഅത്ത് കോടതി വിധിക്കുന്നതനുസരിച്ചാണ്, ശരീഅത്ത് അനുസരിച്ചാണ് വിധിക്കുക. അപ്പോ കോടതി മുഖാന്തിരാണ് അത് തീർപ്പാക്കുക. അപ്പൊ വധശിക്ഷ കോടതി വിധിക്കും. പക്ഷേ അത് ഈ കൊല ചെയ്യപ്പെട്ട വ്യക്തിയുടെ ബന്ധുക്കൾ അവർ മാപ്പാക്കാൻ തയ്യാറാണെങ്കിൽ അവർക്ക് ദിയത്ത്, നഷ്ടപരിഹാരം കൊടുത്തിട്ട് അത് തീർപ്പാക്കാം. എന്നാൽ പോലും മറ്റെന്തെങ്കിലും ശിക്ഷകൾ ചിലപ്പോൾ കോടതി വിധിച്ചു എന്ന് വരും, വധശിക്ഷയിൽ നിന്ന് ഒഴിവാകും. അപ്പൊ അവിടെ അതാണ് ദിയത്ത് സ്വീകരിക്കുക എന്ന് പറയുന്നത്. ദിയത്തിന് അഖ്ല് എന്നും പേരുണ്ട്. അഖ്ല് എന്ന് പറഞ്ഞാൽ നേരർത്ഥം ബന്ധിച്ചത് തന്നെ. അഖല എന്ന് പറഞ്ഞാൽ ബന്ധിച്ചു എന്നർത്ഥമുണ്ട്. അഖലിന് ബുദ്ധി എന്നർത്ഥമുണ്ട്. അതായത് നഷ്ടപരിഹാരമായി കൊടുക്കുന്ന ഒട്ടകത്തെ ഈ കൊല്ലപ്പെട്ട വ്യക്തിയുടെ വീട് പരിസരത്ത് കെട്ടിയിടും, ബന്ധിപ്പിക്കും. അതുകൊണ്ടാണ് അഖല് എന്ന് ദിയത്തിന് പേര് വന്നത് എന്ന് പറയുന്നുണ്ട്. ഏതാകട്ടെ, ഇവിടെ ഉദ്ദേശിക്കുന്നത് ആ നഷ്ടപരിഹാരമാണ്, ദിയത്ത്. അഖല് എന്ന് പറഞ്ഞാൽ ഇവിടെ ദിയത്ത് നടത്തുക. വാ ഫക്കാക്കുൽ അസീരി, ബന്ധനസ്ഥന് കൊടുക്കുന്ന മോചനദ്രവ്യം. യുദ്ധത്തിലും മറ്റും പിടിക്കപ്പെട്ട ആളുകളെ മോചിപ്പിച്ചെടുക്കുമ്പോൾ അതിന് കൊടുക്കുന്ന മോചനദ്രവ്യമാണ് ഫക്കാഖ് എന്ന് പറയുന്നത്. അപ്പൊ അത് സംബന്ധിച്ച നിയമങ്ങളും. വലാ യുഖ്തലു മുസ്ലിമുൻ ബി കാഫിറിൻ, ഒരു മുസ്ലിം കൊല്ലപ്പെടരുത്, ബി കാഫിറിൻ, ഒരു കാഫിറിന് വേണ്ടിയിട്ട്. പറഞ്ഞാല് ഒരു മുസ്ലിം ഒരു കാഫിറിനെ വധിച്ചാൽ തിരിച്ച് ആ മുസ്ലിമിനെ കൊല്ലുന്നത് സംബന്ധിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. എന്തായാലും അതിന് കടുത്ത ശിക്ഷയുണ്ട്, അത് തെറ്റ് തന്നെയാണ്. പക്ഷെ വധശിക്ഷ തന്നെ കൊടുക്കണോ എന്ന കാര്യത്തിൽ അഭിപ്രായ ഭിന്നതകളുണ്ട്. അത് റീലത്ത്, ഇത് സംബന്ധിച്ച് വിശദമായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ ചർച്ച ചെയ്യുന്നില്ല. അത് ഫിഖ്ഹിന്റെ, കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ വിശദമായിട്ടുണ്ടാവും. ഏതായാലും അത് തെറ്റാണ് എന്ന് വളരെ വ്യക്തമാണ്. നമുക്ക് ഖുർആനിൽ നിന്ന് തന്നെ ഒരു മനുഷ്യനെ അന്യായമായി വധിക്കുന്നത് മുഴുവൻ മനുഷ്യരെയും വധിക്കുന്നതിന് പോലെയാണ് എന്നതൊക്കെ പരാമർശം കാണാം. അതേപോലെ ഹദീസുകളിലും അമുസ്ലിമായ വ്യക്തി അന്യായമായി വധിക്കുന്നതിനെതിരെയുള്ള കർക്കശമായിട്ടുള്ള നിരോധനം കാണാവുന്നതാണ്. ഏതൊരു മനുഷ്യനെയും, അവൻ ഏത് മതസ്ഥനാണെങ്കിലും അന്യായമായി വധിക്കുന്നത് ഇസ്ലാം ശക്തമായിട്ട് വിലക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ മാഇദ 32ാമത്തെ ആയത്തിൽ പറയുന്ന ഭാഗം കേൾക്കാം. മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർദി ഫകഅന്നമാ
فكأنما قتل الناس جميعا ومن أحياها فكأنما أحيا الناس جميعا من قتل نفسا ആരൊരുത്തൻ ഒരു മനുഷ്യനെ വധിച്ചുവോ ബിഗൈരി നഫ്സിൻ ഒരു വധത്തിന് ഒരു മനുഷ്യന് പകരമായിട്ടല്ലാതെ. അതായത് ഒരാളെ വധിച്ചാൽ തിരിച്ച് വധിക്കപ്പെടും, വധശിക്ഷ എന്നുള്ള നിലയ്ക്ക്. അപ്പൊ അത് ശരിയാത്ത് കോടതി തീരുമാനിക്കുന്ന വിധി പ്രഖ്യാപിക്കുന്നത് പ്രകാരം അത്തരത്തിലുള്ള വധശിക്ഷ എന്ന നിലക്കുള്ള വധം അല്ലാതെ, ഔ ഫസാദിൻ ഫിൽ അർളി അല്ലെങ്കിൽ ഭൂമിയിൽ വല്ല കുഴപ്പവും ചെയ്തതിന്റെ പേരിൽ അല്ലാതെ അന്യായമായിട്ട് നടത്തും. അവൻ മുഴുവൻ മനുഷ്യരെയും വധിച്ചതുപോലെയാണ്. വമൻ അഹ്യാഹ, ഇനി ആരൊരുത്തൻ ഒരു മനുഷ്യനെ ജീവിപ്പിച്ചുവോ, ആർക്കും ജീവിപ്പിക്കാൻ കഴിയില്ല. അവിടെ ജീവിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ജീവൻ രക്ഷപ്പെടുത്തുന്ന പ്രവർത്തികൾ ചെയ്യാന്നുള്ളതാണ്. അവൻ മുഴുവൻ മനുഷ്യരെയും ജീവിപ്പിച്ച പോലെയാണ്. ഇവിടെ ഒരു മനുഷ്യനെ കൊന്ന ലോകത്തുള്ള മുഴുവൻ മനുഷ്യനെയും കൊന്ന കുറ്റം കിട്ടും എന്ന അർത്ഥത്തിലല്ല, അതിന്റെ ഗൗരവം പറയാണ്. അത് ഒരു വ്യക്തി അന്യായമായി മറ്റൊരു വ്യക്തിയെ കൊല്ലുക എന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ സ്വഭാവം അതിൽ നിന്ന് മനസ്സിലാക്കാലോ. അയാൾ ആരെയും അതുപോലെ കൊല്ലാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. അതേപോലെ തന്നെയാണ് രക്ഷിക്കുന്ന കാര്യം. ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ മനസ്സുള്ള ഒരാള്, ഒരു മനുഷ്യൻ, അയാള് ഏതൊരു മനുഷ്യന്റെയും ജീവൻ രക്ഷിക്കാൻ മുന്നിട്ടിറങ്ങാനുള്ള സാധ്യത ഉണ്ട്. ഇനി ഒരു നബി വചനം കാണാം, അമുസ്ലിമായ വ്യക്തിയെ കൊല്ലുന്നതിന്റെ ഗൗരവം സംബന്ധിച്ച് പറയാം. മൻ ഖതല മുആഹദൻ ലം യറഹ് റായിഹത്തൽ ജന്നതി വഇന്ന റീഹഹാ തൂജദു മിൻ മസീറത്തി 40 ആമൻ. മൻ ഖതല മുആഹദൻ, ആരൊരുത്തനും ഒരു മുആഹദിനെ കൊന്നുവോ. മുആഹദ് എന്ന മുസ്ലിങ്ങളുമായി സന്ധിയിലുള്ള ഒരു മുസ്ലിം. ദിമ്മിയായ മുസ്ലിം എന്ന് പറഞ്ഞാല്, അല്ല ദിമ്മിയായ അമുസ്ലിം എന്ന് പറഞ്ഞാല്, ദിമ്മിയായ കാഫർ എന്ന് പറഞ്ഞാല് ഇസ്ലാമിക ഭരണത്തിന് കീഴിൽ ജീവിക്കുന്ന അമുസ്ലിങ്ങൾ. അവരുടെ മതാചാര പ്രകാരം ജീവിക്കും, അതിന് അവർക്കുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കും. അപ്പൊ അവർ ദിമ്മിയായ കാഫർ എന്ന് പറയും. മുആഹദ് എന്ന് പറയുന്നത് സന്ധിയിലുള്ളതാണ്. അപ്പൊ ഇന്നത്തെ മതേതര അല്ലെങ്കിൽ ഇസ്ലാമികേതര ഭരണകൂടങ്ങൾ, അവർ ഇസ്ലാം വിരുദ്ധ ഭരണകൂടമാണെന്ന് പറയാൻ പറ്റില്ല, അതേസമയം ഇസ്ലാമിക ഭരണകൂടമല്ല നമ്മുടെ ഇതുപോലുള്ള സമൂഹത്തിൽ. ഇവിടെയുള്ള അമുസ്ലിങ്ങളെ പൊതുവെ നമുക്ക് മുആഹദ് എന്നുള്ള വിഭാഗത്തിൽ പെടുത്താൻ പറ്റും എന്നാണ് മനസ്സിലാക്കുന്നത്. അല്ലാഹു അലം. എന്താട്ടെ, അങ്ങനെയുള്ള ഒരു അമുസ്ലിമിനെ ഒരാൾ കൊന്നാൽ, അതായത് അന്യായമായിട്ട് കൊന്നാൽ, ലം യറഹ് റായിഹത്തൽ ജന്നതി, അവൻ സ്വർഗത്തിന്റെ പരിമളം പോലും മണക്കുകയില്ല, അതുപോലും അവൻ ലഭിക്കൂല. ഇന്ന റീഹ, കാരണം നിശ്ചയം സ്വർഗത്തിന്റെ പരിമളം എന്നത്, സ്വർഗത്തിന്റെ പരിമളമാകട്ടെ, അതിന്റെ സുഗന്ധം, തൂജദു, അതെത്തപ്പെടും, മിൻ മസീറത്തി 40 ആമ, 40 വർഷം വഴി ദൂരം വരെ. അപ്പൊ അത്ര ദൂരത്തേക്ക് വരെ സ്വർഗത്തിന്റെ സുഗന്ധം അടിച്ചു വീശും. ആ സുഗന്ധം പോലും, അതിന്റെ സുഗന്ധം പോലും ആർക്ക് കിട്ടൂല? ഒരു അമുസ്ലിമിനെ, ഹർബി അല്ലാത്ത ഒരു അമുസ്ലിമിനെ, മുസ്ലിങ്ങളുമായി സമരസപ്പെട്ടു പോകുന്ന സന്ധിയിലുള്ള ഒരു അമുസ്ലിമിനെ വധിച്ചാൽ ആ മുസ്ലിമിന് സ്വർഗത്തിന്റെ പരിമളം പോലും ലഭിക്കുകയില്ല എന്നർത്ഥം. പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ, അലി റളിയല്ലാഹു അൻഹുവിന് മറ്റുള്ളവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കാത്ത ചില വഹയിന്റെ അറിവുകൾ രഹസ്യമായി അറിയിച്ചിരുന്നു എന്ന് ഷിയാക്കളിൽ പലർക്കും അഭിപ്രായമുണ്ട്. അങ്ങനെ അവർക്ക് വാദമുണ്ട്. അത് അവരുടെ ജൽപ്പനം മാത്രമാണ്. അലി റളിയല്ലാഹു അൻഹുവിന് അല്ലെങ്കിൽ അഹ്ലു ബൈത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി ചില കാര്യങ്ങൾ രഹസ്യമായിട്ട് അറിയിച്ചു കൊണ്ടിരുന്നു എന്ന വിശ്വാസം. അങ്ങനെ വന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദീനി ദഅവത്ത്, ദീനിന്റെ കാര്യങ്ങൾ മറച്ചു വെച്ചു എന്നാകൂലേ? അത് ഒരിക്കലും നബിമാർക്ക് യോജിച്ചതല്ല. അങ്ങനെ ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി വിശ്വസിക്കാൻ പാടില്ല. അങ്ങനെ ഒരിക്കലും സംഭവം ഉണ്ടായിട്ടില്ല. അത് അലി റളിയല്ലാഹു അൻഹു തന്നെ നിഷേധിക്കാണ് ഈ ഹദീസിൽ. അങ്ങനെ പ്രത്യേകിച്ച് അള്ളാഹുവിന്റെ കിതാബും സുന്നത്തും അല്ലാതെ മറ്റു സംഗതികൾ, രേഖകളൊന്നും എൻ്റെ അടുത്തില്ല. അള്ളാഹുവിന്റെ കിതാബിൽ നിന്ന് ഇസ്തിംബാത്ത് ചെയ്തെടുക്കുന്ന ചില വിവരങ്ങൾ, ചില അറിവുകൾ, അതായത് അള്ളാഹുവിന്റെ കിതാബ് നേരെ ചൊവ്വേ പഠിച്ചാൽ അത് ആ വ്യക്തിക്ക് അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള പ്രത്യേക തൗഫീഖ് ഉണ്ടെങ്കിൽ അതിൽ ഗ്രാഹ്യശക്തി വർദ്ധിക്കും. അപ്പൊ ഖുർആനിൽ നിന്ന് പല നിയമങ്ങളും നിർദ്ധാരണം ചെയ്തെടുക്കാൻ അത്രക്ക് അഗാധ പാണ്ഡിത്യമുള്ള ഒരു മുജ്തഹിദിന് സാധിക്കും. അപ്പൊ അങ്ങനെ ചില രേഖകൾ അലി റളിയല്ലാഹുവിന്റെ അടുത്ത് ഉണ്ട് എന്നതല്ല, അത് ഖുർആനിൽ നിന്ന് വ്യത്യസ്തമല്ല, അത് ഖുർആന്റെ അടിസ്ഥാനത്തിന് എതിരും അല്ല.
ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും അലി റളിയല്ലാഹു അൻഹു മനസ്സിലാക്കിയെടുത്ത ചില കാര്യങ്ങൾ അദ്ദേഹം രേഖപ്പെടുത്തി വെച്ചു. അതാണ് ദിയത്ത് സംബന്ധിച്ച നിയമങ്ങൾ എന്നൊക്കെ പറഞ്ഞത്. അതൊക്കെ ഖുർആനിലുണ്ടല്ലോ. അതിൽ നിന്ന് അതിന്റെ വിശദാംശങ്ങൾ അദ്ദേഹം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടാവണം. അതാണ് അതിൽ നിന്ന് മനസ്സിലാവുന്നത്. അതല്ലാതെ വഹീന്റെ ചില കാര്യങ്ങൾ അലി റളിയല്ലാഹുവിന് രഹസ്യമായിട്ട് അല്ലെങ്കിൽ മറ്റു അഹ്ലു ബൈത്തിന് രഹസ്യമായി നബി പറഞ്ഞു കൊടുത്തിരുന്നു എന്ന വാദം അടിസ്ഥാനരഹിതമാണ്. ചില ത്വരീഖത്തിന്റെ ആളുകളുടെ അവരുടെ പല തെറ്റായ കാര്യങ്ങളും സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഈ വാദം ഉന്നയിക്കാറുണ്ട്. അപ്പൊ അവർ പറയുന്നതാണോ, ഷെയ്ഖ് പറഞ്ഞു, ഷെയ്ഖ് പറഞ്ഞു, ഷെയ്ഖ് ഇന്ന ഷെയ്ഖ് പറഞ്ഞു, അന്ന ഷെയ്ഖ് പറഞ്ഞു. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ എത്തുന്ന പരമ്പര ഉണ്ടാവില്ല. അപ്പൊ അതിനെപ്പറ്റി പറഞ്ഞാൽ ഇവരെന്ത് പറയുന്ന വെച്ചാൽ അത് പല കാര്യങ്ങളും ഇങ്ങനെ അഹ്ലു ബൈത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു കൊടുത്തിട്ടുണ്ട് രഹസ്യമായിട്ട്. അതിങ്ങനെ താവഴിയായിട്ട് അഹ്ലു ബൈത്തിന് കിട്ടി പോരുന്നുണ്ട്. അതാണ് ഞങ്ങളുടെ ഷെയ്ഖിന് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് ആ ഷെയ്ഖ് പറഞ്ഞ ഞങ്ങൾക്ക് വിശ്വാസമാണ്. ആ ഖുർആനിലും സുന്നത്തിലും ഉണ്ടാവണം എന്നില്ല. കാരണം എന്താണ്? അത് രഹസ്യമായിട്ട് കൈമാറി ഇങ്ങനെ വന്നതാണ്. അപ്പം പിന്നെ അങ്ങനെ വാദിക്കുമ്പോൾ പിന്നെ എന്താണ്? സരത് കേൾക്കാൻ പറ്റില്ലല്ലോ. കാരണം സരത് ഉണ്ടാവില്ലല്ലോ. ഇതിങ്ങനെ വാമൊഴിയായിട്ട് വന്നതാണ്, അല്ലെങ്കിൽ അങ്ങനെ ഇജാസത്ത് കിട്ടിയാണ്, ഇങ്ങനെ ഇജാസത്ത് കിട്ടിയാന്നൊക്കെ പറഞ്ഞിട്ട് ന്യായീകരിക്കുക ചെയ്യാം. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പുണ്യം നേടുക.